കേരളം വിടാനുള്ള ശ്രമത്തിനിടെയാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ കേസിലെ മുഖ്യപ്രതിയും RSS നെടുമങ്ങാട് സംഘജില്ലാ പ്രചാരകുമായ ആലപ്പുഴ നൂർനാട് സ്വദേശി പ്രവീണിനെയും നെടുമങ്ങാട് സ്വദേശി ശ്രീജിത്തിനെയും നെടുമങ്ങാട് CIയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതികളെ മഫ്റ്റിയിലുള്ള പോലീസ് പിടികൂടിയത്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. ഒളിവിൽ കഴിയുകയായിരുന്ന പ്രവീണിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സംരക്ഷണം ലഭിച്ചിരുന്നതായി DYSP അശോക് കുമാർ പറഞ്ഞു. ഇവനെ ചോദ്യം ചെയ്തതിൽ ഇവനിവിടെ എല്ലാവിധ സംരക്ഷണവും നൽകി ഇവനെ ഇവിടെ നിന്ന് ഈ കേസ് കഴിഞ്ഞിട്ട് സഹായിക്കാൻ പറ്റിയ അതിൽ കുറച്ചുപേരെയാണ് ഇപ്പോൾ റിമാൻഡിൽ കിടക്കുന്ന പലരും ഇവനെ രക്ഷപ്പെടുവാനുള്ള സഹായം കൊടുത്തവരാണ്. ശബരിമല യുവതി പ്രവേശനത്തിനു ശേഷം ശബരിമല കർമ്മസമിതി നടത്തിയ ഹർത്താലിലാണ് പോലീസ് സ്റ്റേഷന് നേരെ ബോംബേറുണ്ടായത്. സംഘർഷം നിയന്ത്രിക്കാൻ നിന്നിരുന്ന പോലീസുകാരുടെ നേരെയാണ് ബോംബെറിഞ്ഞത്. പോലീസുകാർ ചിതറിയോടിയെങ്കിലും ബഹളത്തിൽ SIക്ക് നേരിയ പരിക്കുപറ്റി. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് RSS ജില്ലാ പ്രചാരക് പ്രവീണാണ് ബോംബെറിഞ്ഞതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ പ്രവീണിനെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പ്രവീണിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട്. പ്രതികളെ ഇന്ന് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കില്ല. സ്റ്റേഷൻ ബോംബേർ കേസിൽ ഇതുവരെ 28 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ 7 പേർ കേസിൽ റിമാൻഡിൽ കഴിയുകയാണ്. ആനന്ദ് കൊട്ടില, 24, തിരുവനന്തപുരം.